ഓസ്ട്രിയ എന്ന യൂറോപ്യൻ രാജ്യം ഈ ഇടയായി വളരെ പോപ്പുലറായി വരികയാണ്. ഒരുപാട് സ്റ്റുഡൻസ് സ്റ്റഡി ഡെസ്റ്റിനേഷനായി ചൂസ് ചെയ്യുന്നൊരു കൺട്രിയും കൂടിയാണ്. എങ്കിൽ ഓസ്ട്രിയയിൽ ഹയർ സ്റ്റഡീസിന്, അതായത് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പഠിക്കാൻ ഫ്രീ ആണോ? ഏജ് ഗ്യാപ്പ്, കരിയർ ഗ്യാപ്പ്, സ്റ്റഡി ഗ്യാപ്പ് എന്നിവ ഒരു പ്രോബ്ലം ആണോ? ഓസ്ട്രിയ എത്തിച്ചേരാൻ എത്ര എക്സ്പെൻസ് ആവും? ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണോ? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കാണും നിങ്ങളുടെ മനസ്സിൽ. ഈ വീഡിയോയിൽ മാസ്റ്റേഴ്സ് ഇൻ ഓസ്ട്രിയ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം, ഓസ്ട്രിയയിൽ പഠിക്കാൻ ഫ്രീ ആണോ? ഇവിടെ നമുക്ക് മറ്റുള്ള ഫോറിൻ രാജ്യങ്ങൾ, അതായത് UK, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നീ കൺട്രീസിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, അവിടുത്തെ ഫീസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഓസ്ട്രിയയെ പഠിക്കുന്നത് വളരെയധികം ചിലവ് കുറഞ്ഞൊരു കാര്യമാണെന്ന്. അതായത് ഓസ്ട്രിയ എഡ്യൂക്കേഷൻ ഫ്രീ അല്ല, പക്ഷേ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫീ ഒരു 1.5 ലാഖിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയ ഒരു ഹൈലി അഫോർഡബിൾ കൺട്രി തന്നെയാണ്. ഇനി ഓസ്ട്രിയയിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ 2 years ആണ്. അതുപോലെ തന്നെ 2 years കോഴ്സ് കഴിഞ്ഞാൽ 1 year ആണ് ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഈ 1 year നമുക്ക് വർക്ക് ചെയ്യാനും വർക്ക് കണ്ടെത്താനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കാലയളവിൽ, അതായത് നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് 20 hours per week നമുക്ക് ജോലി ചെയ്യാം. ഇങ്ങനെ പാർട്ട് ടൈം ചെയ്യുമ്പോൾ ഏകദേശം 10 euro per hour എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് വേജസ് കിട്ടുന്നത്. അപ്പോൾ ഓസ്ട്രിയയിൽ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഗ്യാപ്പ്, ഏജ് ഗ്യാപ്പ്, കരിയർ ഗ്യാപ്പ്, ഇതൊന്നും ഓസ്ട്രിയയിൽ ഒരു പ്രോബ്ലം അല്ല. നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്ററിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ബെനിഫിറ്റ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട്. നമുക്കറിയാം ജർമ്മനി എന്നൊരു കൺട്രിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അതായത് ജർമ്മൻ അക്കൗണ്ടിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ ഓസ്ട്രിയയിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമേ ഇല്ല. മൂന്നാമത്തെ ബെനിഫിറ്റ് ലിവിങ് എക്സ്പെൻസ് ആണ്. ഓസ്ട്രിയയിൽ പഠിക്കുമ്പോൾ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്തായാലും കാണിക്കണം. പക്ഷേ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഈവൻ ഷോ മണീൻ്റെ പോസിബിലിറ്റി അവിടെയുണ്ട്. എത്രയാണ് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഈ ഒരു എമൗണ്ട് കാണിക്കേണ്ടത്? ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഏജ്. അതായത് 24 അതിൻ്റെ താഴെയാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ 1400 euros ആണ് ലിവിങ് എക്സ്പെൻസായി കാണിക്കേണ്ടത്. ഇനി 24 yearsൻ്റെ മേലെയാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ 1800 euros ആണ് കാണിക്കേണ്ടത്. ഇനി നാലാമത്തെ ബെനിഫിറ്റ്, APS. നമുക്കറിയാം ജർമ്മനി എന്നൊരു കൺട്രിയിൽ APS, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെയാണ്. എങ്കിൽ ഓസ്ട്രിയയിൽ APS എന്നൊരു കടമ്പ ഇല്ല. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നും ഇവിടെ ചെയ്യേണ്ട. അതൊരു വലിയ ആശ്വാസമാണ് പല കുട്ടികൾക്കും. അഞ്ചാമത്തെ ബെനിഫിറ്റ്, ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമേ അല്ല. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നമ്മൾ മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജർമ്മൻ ടോട്ടും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ടോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്, എൻജിനീയറിംഗ്, IT, കമ്പ്യൂട്ടേഴ്സ് എന്നീ ഫീൽഡ്സിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയിട്ട് തന്നെ. അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളവിടെ സർവൈവ് ചെയ്യാൻ, ഓസ്ട്രേലിയ സർവൈവ് ചെയ്യാൻ നമുക്കൊരു A1, A2 ലെവൽ ജർമ്മൻ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി പാർട്ട് ടൈം ജോബിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു B1 ലെവൽ ജർമ്മൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമല്ലെങ്കിലും നമുക്ക് സർവൈവലിന് ബേസിക് ജർമ്മൻ പഠിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ആറാമത്തെ ബെനിഫിറ്റ്, ഓസ്ട്രിയ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതും ഇതിൻ്റെ നെയ്ബറിങ് കൺട്രീസ് നമ്മുടെ യൂറോപ്പിലെ ബിഗ് എക്കോണമീസായ ജർമ്മനി ആൻഡ് ഇറ്റലിയാണ്. ഇത് കൂടാതെയാണ് ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവാക്യ, സ്ലൊവേനിയ, ഹംഗേറി, സ്വിറ്റ്സർലൻഡ് എന്നീ കൺട്രീസാണ് ഓസ്ട്രിയയുടെ നെയ്ബേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഓസ്ട്രിയയിൽ നിന്നിട്ട് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ പഠിക്കാനും സാധിക്കും. പഠനത്തിന് ശേഷം ഈ ബിഗ് എക്കോണമീസായ ജർമ്മനി, ഇറ്റലിയിലൊക്കെ നമുക്ക് പോയി ജോബ് സെർച്ച് ചെയ്യാനും ജോബ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. ഓസ്ട്രിയയിൽ പഠിക്കുമ്പോൾ ഇത്രയും അധികം ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും
ചില സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വേണം ഓസ്ട്രിയ ചൂസ് ചെയ്യാൻ. ഒരു കാര്യം ഇതാണ്, നമ്മൾ പഠിക്കാൻ തയ്യാറായി തന്നെ ഓസ്ട്രിയ ചൂസ് ചെയ്യണം. നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കുന്നെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി UK, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നീ കൺട്രിയിലാണ് നമ്മൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കുന്നതെങ്കിൽ അവിടെ കൂടുതലും അസൈൻമെൻറ്റ്സും പ്രോജക്ട്സുമാണ് സബ്മിഷനായിട്ട് വരുന്നത്. എങ്കിൽ ഓസ്ട്രിയയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട്. അതായത് അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സാംസും എഴുതണം. എന്നാൽ മാത്രമേ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ തയ്യാറായി പോകുന്ന കുട്ടികൾ, ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായ കുട്ടികൾ മാത്രം ഓസ്ട്രിയ ചൂസ് ചെയ്താൽ മതി. ഒരു IIT നിലവാരത്തിലൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നല്ലൊരു ഡിഗ്രിയാണ് നമുക്ക് ഓസ്ട്രിയയിൽ നിന്ന് കിട്ടുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു സത്യമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ടൈം. മറ്റുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തിയാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമുക്കിവിടെ 2 ഇൻടേക്കാണുള്ളത് ഓസ്ട്രിയയിൽ. ഒന്ന് വിൻ്റർ ഇൻടേക്ക്, അത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. രണ്ടാമത്തെ മേജർ ഇൻടേക്ക് സമ്മർ ഇൻടേക്കാണ്, അത് മാർച്ചിലാണ്. ഈ 2 ഇൻടേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രോഗ്രാംസും എല്ലാ ഇൻടേക്കിലും ഓപ്പണായി വരില്ല. ഇനി നമ്മുടെ കോളേജിലെ ആപ്ലിക്കേഷൻ മുതൽ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സ്റ്റേജ് വരെ കുറച്ചധികം ടൈം തന്നെ ഓസ്ട്രേലിയയിലേക്ക് എടുക്കും. അതായത് 7 to 8 months ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ഏർലി. നമ്മൾ ഏത് ഇൻടേക്കാണോ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ ഒരു 8 to 9 months മുന്നേ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇനി ഓസ്ട്രേലിയയിലേക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി. മിക്ക യൂണിവേഴ്സിറ്റീസിലും 60% ആണ് അവർ പാസ് മാർക്ക് ചോദിക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 10th, 12th ഡിഗ്രി കാർഡ് ആൻഡ് യുവർ കൺസോളിഡേറ്റഡ് മാർക്സ് കാർഡ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. ട്രാൻസ്ക്രിപ്റ്റ്സ് ആവശ്യമാണ്, CV, മോട്ടിവേഷൻ ലെറ്റർ, ചില കോഴ്സിലും കോളേജസിലും റെക്കമെൻഡേഷൻ ലെറ്റർ വരെ ആവശ്യമാണ്. ഓഫ് കോഴ്സ് പാസ്പോർട്ട് വേണം. അടുത്തൊരു റിക്വയർമെൻ്റ് ആണ് IELTS ഇല്ലെങ്കിൽ നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നൊരു ഡോക്യുമെൻ്റ് വെച്ച് കോളേജസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. IELTS ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജസിൻ്റെ ലിസ്റ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. IELTSൽ ഒരു 6 അല്ലെങ്കിൽ 6.5 ബാൻഡ് സ്കോർ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ IELTS ഉള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ്. ഇനി ഓസ്ട്രേലിയയിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ചൂസ് ആൻഡ് ഫൈനലൈസ് യുവർ കോഴ്സ് ആൻഡ് ദ യൂണിവേഴ്സിറ്റി. നമുക്ക് ഏത് കോഴ്സാണ് താല്പര്യം, അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യണം. ഓസ്ട്രിയയിലെ മേജർ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് വിയന ഉണ്ട്, ഗ്രാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ഐൻസ്ബ്രൂക്ക്, അതേപോലെ തന്നെ ഗ്രാസ് യൂണിവേഴ്സിറ്റി, പിന്നെ വിയന യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ്. ഇതാണ് ചില മേജർ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ. Now, step number 2 is getting your documents ready. Complete academic documents നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഈ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് സെറ്റാണ് നമ്മളെ കോളേജ് ആപ്ലിക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ചില കോളേജസിൽ അവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിന് റിക്വയർമെൻറ്റ് ഉണ്ടാവും. ചില ആപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതുക എന്നീ റിക്വയർമെൻറ്റ്സ് കാണും. ചില യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ ഫീ വരെ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെക്കണം. ആപ്ലിക്കേഷൻ കോളേജിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതൊരു വെയിറ്റ് പീരീഡാണ്. ഒരു 1 to 2 months വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടും, അതായത് അഡ്മിഷൻ ലെറ്റർ ഫ്രം ദ കോളേജ്. സ്റ്റെപ്പ് നമ്പർ 4 ഇസ് പ്രിപ്പയറിംഗ് ഫോർ വിസ ഡോക്യുമെൻറ്റേഷൻ. സോ വിസയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഓഫ് കോഴ്സ് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടിയ അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്സ്, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, ഓസ്ട്രേലിയയിൽ നമ്മൾ എവിടെയാണോ താമസിക്കാൻ പോകുന്നത് അവിടെ റെൻറ്റ് അടച്ച പ്രൂഫാണ് നമുക്ക് വേണ്ടത്. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഓൾ ഓഫ് ആർ അക്കഡമിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് യുവർ പാസ്പോർട്ട്. ഇത് കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. വിസ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബുക്കിംഗ് വിസ അപ്പോയിൻമെൻറ്റ്.
വിസ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കുന്നത് ന്യൂഡൽഹിയിലുള്ള ഓസ്ട്രിയൻ എംബസിയിലാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ നമ്മളവിടെ സബ്മിറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് റെസിഡൻസ് പെർമിറ്റ്. മിക്ക കൺട്രീസിലും നമ്മൾ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ഈ കാർഡ് കിട്ടുന്നത് നമ്മൾ ആ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഓസ്ട്രിയയുടെ കേസിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഇതിന് അപ്ലൈ ചെയ്താൽ ഒരു 90 to 180 ഡേയ്സ് എടുക്കും നമുക്ക് ഈ റെസിഡൻസ് പെർമിറ്റ് കയ്യിൽ കിട്ടും. റെസിഡൻസ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ VFSലാണ് വിസ ആപ്ലിക്കേഷൻ വെക്കുന്നത്. ഒരു 8 to 15 days ഓർ മോർ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റസ് നമ്മുടെ വിസ സ്റ്റാമ്പ്ഡ് ആയിട്ട് കിട്ടും. നമുക്ക് D വിസയാണ് സ്റ്റാമ്പ്ഡ് ആയിട്ട് വരുന്നത്. ഇനി വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ all you need to do is book your flight tickets and fly to Austria. സോ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനാണ് ഏകദേശം 7 to 8 months ഓർ സ്ലൈറ്റ്ലി ലോങ്കർ ടൈം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രിയൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ച് ലെങ്തി ആണെന്ന് പറയുന്നത്. സോ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കോഴ്സും കോളേജും ഒക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ഇൻടേക്കാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു 8 to 9 months മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഇതുവരെ നമ്മൾ കണ്ടു ഓസ്ട്രിയയിൽ നമ്മൾ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ഓസ്ട്രിയയിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് കണ്ടു, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ ഓസ്ട്രിയ വരെ എത്താനുള്ള ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം എത്രയാവും? അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോളേജിലേക്കുള്ള ആപ്ലിക്കേഷൻ. ചില യൂണിവേഴ്സിറ്റീസ് ഒരു ആപ്ലിക്കേഷൻ ഫീ എടുക്കും. അത് റഫ്ലി ഒരു 50 euros ആയിരിക്കും. സോ ദാറ്റ് മീൻസ് അറൗണ്ട് ഒരു 5,000 rupees. അതുപോലെ തന്നെ നമ്മുടെ അക്കഡമിക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. ഈ അറ്റസ്റ്റേഷൻ ഏകദേശം ഒരു 6,000 rupees ആയിരിക്കും എക്സ്പെൻസ് വരിക. പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് എടുക്കുകയാണ്. അതിന് ഏകദേശം 16,000 rupees. അതുപോലെ തന്നെ വിസക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 16,000 rupees ആ വിസക്കും അവിടെ പോകും. നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അമൗണ്ടും ഏകദേശം ഒരു 6,000 rupees ആണ്. പിന്നെ അക്കോമഡേഷൻ്റെ പ്രൂഫ്. സോ നമ്മൾ 1 monthൻ്റെ റെൻറ്റ് ഏകദേശം ഒരു 35,000 rupees ആവും. അതുപോലെ തന്നെ അക്കോമഡേഷന് വേണ്ടി നമ്മളൊരു 3 monthsൻ്റെ ഡെപ്പോസിറ്റ് അടക്കണം. അത് ഏകദേശം ഒരു 1 lakhൻ്റെ അടുപ്പിച്ച് വരും. ഇനി വരുന്നൊരു മേജർ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ഫീ ആണ്. അതായത് കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ അനുസരിച്ച് ചിലപ്പം 1 സെമസ്റ്ററിൻ്റെ ഫീ ആയിരിക്കും അടക്കേണ്ടി വരും. അത് ഏകദേശം 67,000 to 70,000 rupees ആയിരിക്കും. ചില ഓഫർ ലെറ്റേഴ്സിൽ നമ്മൾ 2 സെമസ്റ്ററിൻ്റെ ഫീസ് അടക്കാൻ വരും. അപ്പോൾ 2 സെമസ്റ്ററിൻ്റെ ഫീ അടക്കുകയാണെങ്കിൽ ഏകദേശം 1,35,000 rupeesൻ്റെ ഉള്ളിലാണ് ആ ഒരു എമൗണ്ട് വരിക. പിന്നെ വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന് ഏകദേശം 40,000 rupees ആവും. അപ്പോൾ ഈ കംപ്ലീറ്റ് എക്സ്പെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് എത്തിച്ചേരാൻ ഏകദേശം 5 lakhs മാത്രമേ ആവുന്നുള്ളൂ. ആ 5 lakhsനുള്ളിൽ തന്നെ നിങ്ങളുടെ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. മാസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ 2 years മാസ്റ്റേഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 yearൻ്റെ സ്റ്റേ ബാക്ക് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാം. ബിഗ് എക്കോണമീസായ ജർമ്മനി, ഇറ്റലിയിലൊക്കെ പോയി വർക്ക് ചെയ്യാനും വർക്ക് സെർച്ച് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ജർമ്മൻ ലാംഗ്വേജ് സ്റ്റഡീസിന് നിർബന്ധമല്ല, IELTS ഉണ്ടെങ്കിൽ എപ്പോഴും ബെനിഫിഷ്യലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഇത് കൂടാതെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇനി ഓസ്ട്രിയ ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കവർ ചെയ്തതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ all you need to do is put them as comments in this video. Thank you. MedCity International Academy. Trusted hands forever.